എനിക്ക് ഏറെ പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. തറവാട്ട് സുഹൃതം എന്ന നോവൽ തുടരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ചോദ്യമാണ് പത്മിനി ടീച്ചർ മുന്നിലിട്ടത്. കുറച്ച് ദിവസമായി പലതും ചിന്തിച്ചിരുന്നു. ജോലി റിസൈൻ ചെയ്ത വല്ല ആശ്രമങ്ങളിലും പോയാലോ? ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇല്ലാതാവുന്ന അവസ്ഥ. 6 കൊല്ലം കോളേജ് പഠിപ്പിനായി വീട് വിട്ട് നിന്ന നാടെങ്കിലും ഈ വീട് വിട്ട് പോകേണ്ട കാര്യം ആലോചിക്കാനേ വയ്യ. സുനന്ദ എങ്ങനെ ജീവിക്കുന്നു? ഒരിക്കൽ സ്കൂളിലൊപ്പമുള്ള അച്ഛൻ്റെ മരുമകൾ സൗമിനി ചേച്ചി. ഒന്നാലോചിക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട്. ആരോടും മിണ്ടാനും പറയാനുമില്ലാതെ പരബ്രഹ്മം പോലുള്ള അമ്മയുമൊത്തുള്ള ജീവിതം ആരും ഇഷ്ടപ്പെടില്ല. കളിയും ചിരിയും സംസാരവും വഴക്കും ഒന്നുമില്ലാതെ ഈ വലിയ വീട്ടിനുള്ളിൽ. എന്നാലും ഒന്നും മിണ്ടാതെ പറയാതെ അമ്മയെ എത്ര സ്നേഹിച്ചിരുന്നു എന്ന് മറ്റൊരാളോട് എങ്ങനെ വ്യക്തമാക്കും? പക്ഷേ അമ്മയുടെ മരണം ശരിക്കും തളർത്തി. സ്കൂളിൽ ജോലിക്ക് ചേർന്ന കാലം മുതൽ കല്യാണാലോചനയുടെ തിരക്കായിരുന്നു. കാലിൻ്റെ സ്വാധീനക്കുറവ് നല്ലൊരു അപകർഷതാബോധം വളർത്തിയിരുന്നു. അതിലേറെ അമ്മയുടെ ചരിത്രം ജാനകിയമ്മ പറഞ്ഞതു മുതൽ അമ്മയോടെന്തോ പറയാനാവാത്തൊരടുപ്പം വന്നു. അമ്മ എന്ന് വിളിച്ചാലും അമ്മായിയിൽ നിന്ന് ഒഴിഞ്ഞു. പിന്നെ അമ്മയെ ലാളിക്കാനേ സമയമുണ്ടായിരുന്നുള്ളൂ. മുത്തച്ഛൻ്റെ തറവാട്ടിൽ നിന്ന് തന്നെ നന്നായി അറിയുന്ന രാജേട്ടൻ നേരിട്ട് വന്ന് ചോദിച്ചു, എനിക്ക് കല്യാണം വേണ്ട രാജേട്ടാ, എൻ്റെ മനസ്സ് അതിന് തയ്യാറല്ല. നീ അമ്മയെ കരുതി സ്വന്തം ജീവിതം കളയില്ലേ കുട്ടി. അമ്മയ്ക്ക് ഞാനുണ്ടല്ലോ, ദാസേട്ടനും. അമ്മ തന്നെ കുഞ്ഞേച്ചി. വല്യേട്ടനും പലപ്പോഴും നിർബന്ധിച്ചു. അമ്മ ഇനി എത്ര കാലം ഉണ്ടാവും? അമ്മയ്ക്ക് ഞങ്ങൾ 7 മക്കൾ വേറെയുണ്ട്. അമ്മ തന്നെ വളർത്തി വലുതാക്കിയവർ. പിന്നെ ആരും നിർബന്ധിക്കാതായി. ഒരു ജീവിതത്തെക്കുറിച്ച് ഒരു ഭാവനയും അത് അത്യാവശ്യമാണെന്ന് തോന്നലും ഉണ്ടായില്ല. കുഞ്ഞേച്ചിയുടെ മക്കൾ നന്ദമ്മ എന്ന് പറഞ്ഞു പിന്നാലെ കൂടിയപ്പോൾ മനസ്സിന് ഒരു ഉണർച്ചയായി. കുഞ്ഞേച്ചിയുടെ മരണം തീരെ പ്രതീക്ഷിക്കാത്ത പ്രഹരമാണ് ഏൽപ്പിച്ചത്. തളർന്നുപോയി. ദാസേട്ടനെ അഭിമുഖീകരിക്കാൻ ധൈര്യം തോന്നിയില്ല. ദാസേട്ടൻ പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. എല്ലാം സ്വന്തം വിധി. ചുമതലകളിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ലല്ലോ. 7 വയസ്സുള്ള മകനെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിച്ചു. വീട്ടിലൊന്നിനും ഒരു ജോലിക്കാരെ പോലും ചെയ്യിക്കാതെ മക്കളെ തേച്ചു കുളിപ്പിച്ചൊരുക്കി ഭക്ഷണം കൊടുത്ത് സ്കൂളിൽ പോവും. മോളെ ഞാൻ നോക്കിക്കൊള്ളാം എന്നെത്ര പറഞ്ഞിട്ടും വിട്ടു തന്നില്ല. നിനക്ക് ഓൾറെഡി ഒരു മകൾ അവിടെ ഉണ്ടല്ലോ, ഞാനല്ലേ അനാഥൻ? തരില്ല. അമ്മയെയാണ് ഉദ്ദേശിച്ചത്. പലപ്പോഴും അമ്മ എനിക്ക് മകളായിരുന്നു. ഒരു ദിവസം രാവിലെ അമ്മയ്ക്കത്ര സുഖമില്ല എന്ന് തോന്നി. ലീവ് ലെറ്റർ കൊടുക്കാൻ ചെന്നപ്പോൾ ദാസേട്ടൻ മുറ്റമടിക്കുകയാണ്. മുറ്റമടിക്കാനെങ്കിലും ദാസേട്ടൻ ഒരാളെ നിർത്തിക്കൂടെ? വീട്ടു ജോലിക്കാർ വലിയ പ്രശ്നമാണ് നന്ദ. നിൻ്റെ അച്ഛൻ്റെ കഥ നീ കേട്ടിട്ടുള്ളതല്ലേ? അദ്ദേഹത്തെ പോലെ അത്രയും ഉറച്ച ഒരാളെ വീഴ്ത്താന്ന് വെച്ചാൽ എന്നെപ്പോലെയുള്ള പാവങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. ദാസേട്ടനൊരു കല്യാണം കഴിച്ചൂടെ? എൻ്റെ മക്കളെ മക്കളായി കാണാൻ ഏത് പെണ്ണിനാ സാധിക്കുക? അവർക്കൊരു കുറവും കൂടാതെ ഞാൻ നോക്കുന്നുണ്ട്. അവരല്ലാണ്ട് ആരാ എനിക്കുള്ളത്? കുഞ്ഞേച്ചി മരിച്ചാലും ദാസേട്ടൻ തറവാട്ടിലെ എല്ലാ കാര്യങ്ങളും പഴയപോലെ ശ്രദ്ധിച്ചു. 2-3 മാസം കൂടുമ്പോൾ പത്തായപ്പുരയിലെയും 4 കെട്ടിലെയും മാറാല തട്ടൽ പോലും വിട്ടില്ല. സ്വന്തം തറവാട് പോലെ. ഏട്ടന്മാരോടുള്ള പെരുമാറ്റവും അതെ. വല്യേട്ടൻ പറയും, അമ്മ പ്രസവിക്കാത്ത മകനാ. ദാസേട്ടൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉള്ളതായി തോന്നിയിട്ടേയില്ല. കുഞ്ഞേച്ചി ഉള്ള കാലത്തെ പോലെ അതേ സ്വാതന്ത്ര്യത്തോടെ ഇടപെട്ടിരുന്നു. കളിയാക്കി ചിരിപ്പിക്കാൻ നോക്കും. ഉത്തരവാദിത്വമുള്ള രക്ഷാധികാരിയാകും. ദാസേട്ടനെ പോലെ ഒരു പുരുഷനെ ഏത് സ്ത്രീക്കാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക? കുഞ്ഞേച്ചിയുടെ ഭർത്താവായി അല്ലാതെയാണ് ദാസേട്ടനെ പരിചയപ്പെട്ടതെങ്കിൽ ഒരു പക്ഷേ ദാസേട്ടനെ പ്രേമിച്ചു പോയേനെ. പത്മിനി ടീച്ചർ പറഞ്ഞതിലും കാര്യമുണ്ട്. 2 പേരും തുല്യ ദുഃഖിതർ, ഒറ്റപ്പെട്ടു പോയവർ. ഒരുമിച്ച് തുഴഞ്ഞുകൂടെ? നിന്നോടുള്ള സഹതാപം കൊണ്ടല്ല, നിന്നെ എനിക്കിഷ്ടമാണ് കുട്ടി. ദാസേട്ടൻ്റെ ആ വാക്കുകൾ മനസ്സിൽ നിറച്ച സന്തോഷം. ചേച്ചിമാരും ഏട്ടന്മാരും വരാമെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ കുടുംബങ്ങളുണ്ട്. അതൊക്കെ വിട്ട് എത്ര നാൾ കുറേ കഴിയുമ്പോൾ അവർക്കൊരു ബാധ്യതയാവും. നാളെ പത്മിനി ടീച്ചറെ വിളിച്ച് പറയാം. ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ട് ഉറങ്ങിയത് എപ്പോഴാണാവോ? രാവിലെ ഉണരാൻ വൈകി. ലച്ചു ചേച്ചിയില്ല എന്ന കാര്യം ഓർമ്മ വന്നപ്പോൾ
വേഗം കുളി കഴിച്ച് അടുക്കളയിലേക്ക് ഓടി. ഭാമേടത്തിയമ്മ നേരത്തെ കുളി കഴിഞ്ഞ് അടുക്കളയിലെത്തി ജോലി തുടങ്ങിയിരുന്നു. ചായ കൂട്ടിക്കഴിഞ്ഞു. ഇഡലിപ്പാത്രം അടുപ്പത്ത് വെച്ച് മാവൊഴിച്ച് വെച്ചപ്പോഴേക്കും വല്യേച്ചിയും ചെറിയേച്ചിയും എത്തി. 2 ആഴ്ചയായി വീട് നിറച്ചും ആൾക്കാരായിരുന്നു. മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി വീട് നിറച്ചും. പത്തായപ്പുരയിലും നിറച്ച ആൾക്കാർ. കുഞ്ഞേച്ചിയുടെ കുറവ് ശരിക്കും മുഴച്ചു നിന്നു. മുമ്പൊക്കെ ഏത് കാര്യങ്ങൾക്കും കാര്യസ്ഥത കുഞ്ഞേച്ചിയുടെ ആയിരുന്നു. വീട് ഭരിക്കാൻ ഒരു പ്രത്യേക കഴിവായിരുന്നു. ഭാമേടത്തിയമ്മ ഒഴിച്ച് 3 ഏടത്തിയമ്മമാരും വല്യേച്ചിയുടെ മൂത്ത മകൻ കുട്ടനൊഴിച്ച് എല്ലാ പേരക്കുട്ടികളും ഇന്നലെ തന്നെ മടങ്ങിപ്പോയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എല്ലാവരും ഡൈനിങ് ടേബിളിന് ചുറ്റുമിരുന്നു. 4 ഏട്ടന്മാരും കുട്ടനും ദാസേട്ടനും കുഞ്ഞേച്ചിയുടെ മോനൂട്ടനും. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വല്യേട്ടൻ, കുട്ടാ, നിൻ്റെ അമ്മ ഒരാഴ്ച ഇവിടെ നിൽക്കട്ടെ, എനിക്ക് കുറച്ച് ചുമതലകൾ കുട്ടികളെ ഏൽപ്പിക്കാനുണ്ട്. ഒരാഴ്ച കൊണ്ട് എല്ലാം ശരിയാക്കി ഞാൻ വരാം. ചെറിയമ്മ ഒറ്റയ്ക്കാവില്ലേ? ഇല്ലെങ്കിൽ അതിനെന്താ, പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ചെറിയമ്മയെ അങ്ങോട്ട് കൊണ്ടുപോയാലോ എന്നാ. ഇതൊക്കെ താൽക്കാലിക അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ? അല്ല കുട്ടാ, ഞാൻ പ്രാക്ടീസ് നിർത്താൻ പോവാ. മകനും മരുമകനും നല്ല പേരെടുത്തു കഴിഞ്ഞു. ഞാനാണെങ്കിൽ ധാരാളം സമ്പാദിച്ചു കൂട്ടിക്കഴിഞ്ഞു. 70 വയസ്സ് കഴിഞ്ഞു. ഒരു റിട്ടയർമെൻറ്റ് ആവശ്യം. എനിക്ക് എറണാകുളത്തെ ബഹളം മടുത്തു. ഇവിടെ കൂടാൻ തീർച്ചയാക്കി. ഭാമയ്ക്ക് വേണമെങ്കിൽ പോരാ, അല്ലെങ്കിൽ മക്കൾക്കൊപ്പം അവിടെ കൂടാം. അല്പനേരം ആരും ഒന്നും മിണ്ടിയില്ല. വല്യേട്ടൻ വരണത് സന്തോഷം. പിന്നെ നന്ദ ഒറ്റയ്ക്കാവുന്ന ആരും വിചാരിക്കണ്ട. ഞാനും മക്കളും ഇന്ന് തന്നെ ഇങ്ങോട്ട് മാറും. ഏട്ടൻ്റെ സ്ഥാനത്തോ ഭർത്താവിൻ്റെ സ്ഥാനത്തോ എങ്ങനെ വേണമെങ്കിലും ആവാം. അത് നന്ദയുടെ ഇഷ്ടം. പിന്നെ വല്യേട്ടനോ വല്യേച്ചിയോ ആരൊക്കെ ഇവിടെ വന്നാലും ഇന്നലെ വരെയുള്ള പോലെ തന്നെ എന്നും ആവാം. തങ്കമണിയമ്മ പോയാലും ഈ മക്കൾ തമ്മിൽ കളിയായി പോലും പരിഭവിച്ചുകൂടാ. ദാസേട്ടൻ. വല്യേട്ടൻ കഴിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ദാസേട്ടനെ ഇടത് കൈകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടി കരഞ്ഞു. എല്ലാവരും പ്രതീക്ഷിക്കാത്തൊരു കാര്യം കേട്ട് സ്തബ്ധരായി. അടുക്കള വാതിലിൽ മുഖം അമർത്തി തേങ്ങലടക്കാൻ ബന്ധപ്പെട്ടു. ചെറിയേച്ചി വന്ന് കൈ പിടിച്ചു. നമ്മുടെ അമ്മായി നമുക്ക് അമ്മയെക്കാളും സ്നേഹം തന്നു. ഈ കുടുംബം ഇങ്ങനെയായത് അതുകൊണ്ടാ. ദാസ് കയറി വന്ന മുതലേ ഈ കുടുംബം താങ്ങാൻ തുടങ്ങിയതാ. ദാസുവിൻ്റെ അമ്മ 2 മക്കളെ പെറ്റത് നമ്മുടെ കുടുംബം രക്ഷിക്കാനാണ് എന്ന് തോന്നുന്നു. നിൻ്റെ ഭാഗ്യ കുട്ടി ദാസുവിനെ ഇങ്ങനെ തോന്നിയത്. ഇത്രയും സ്നേഹമുള്ളൊരു മനുഷ്യനെ ഈ പ്രായത്തിലിടയ്ക്ക് കണ്ടിട്ടില്ല. ഉച്ചയ്ക്ക് എത്ര ആൾ എണ്ണാനുണ്ടാവും? ലിസ്റ്റ് തരണം, അരി എടുക്കാനാ. ഭാമയുടെ അത്യമ്മ ചിരിച്ചും കൊണ്ട്. ഇപ്പോൾ ഉള്ളവരൊക്കെ ഉണ്ടാവും, ഒക്കെ ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി. വലിയേട്ടൻ കാരണവരായി. 45 കൊല്ലത്തിനിടയ്ക്ക് അമ്മായിയുടെ ശവം അടുക്കള തടത്തിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ അയ്യോ എന്ന് തലയ്ക്ക് കൈവച്ചതേയുള്ളൂ അമ്മ. അച്ഛൻ എവിടെ പോയി എന്നുകൂടി അറിഞ്ഞുകൂടാ ആ അമ്മയുടെ മക്കൾ. ഇത്രയും സ്നേഹത്തോടെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഓർത്തപ്പോൾ ലക്ഷ്യേച്ചി പറയാറുള്ള തറവാട്ട് സുഹൃതം ഓർമ്മ വന്നു. അച്ഛനെപ്പറ്റി ഒരാൾ പോലും ദോഷം പറഞ്ഞു കേട്ടിട്ടില്ല. അമ്മയെപ്പറ്റിയും അതെ. എത്ര വീടുകളിൽ ഇതിലും വലിയ പാളിച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും എന്താ ഇങ്ങനെ സംഭവിച്ചു? അതും തറവാട്ട് ദുഷ്കൃതമാവുമായിരിക്കും. പ്രിയമുള്ളവരെ, എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കഥയാണിത്, തറവാട്ട് സുഹൃതം. സ്വപ്നത്തിൽ, ഓർമ്മയിൽ ഇതിലെ പല കഥാപാത്രങ്ങളും എന്നോടൊപ്പം വന്നിരുന്നു എന്നുള്ളതാണ് സത്യം. എല്ലാവർക്കുമായി നിങ്ങളുടെ അഭിപ്രായത്തിനായി സമർപ്പിക്കുന്നു.